കാസർഗോഡ് ജസീലയുടെ മരണം ഭയങ്കര ആ സമയത്ത് ഒരു വാർത്തയായതാണ്. പക്ഷേ അതിനുശേഷം ആ വാർത്ത പെട്ടെന്ന് തന്നെ അവസാനിക്കുകയും ചെയ്തു. ജസീലയെ കല്യാണം കഴിച്ചു കൊണ്ടുപോയ ഭർത്താവിൻ്റെ വീട്ടിൻ്റെ അടുത്ത് സുഹൃത്തായിരുന്ന അഫ്രിദ് എന്ന് പറയുന്ന ഒരു പയ്യൻ, അത് ജസീലയായിട്ട് പഠനകാലം തൊട്ടുള്ള സുഹൃത്തായിരുന്നു. അഫ്രിദിൻ്റെ വീട്ടുകാരുമായിട്ട് നല്ല സഹകരണത്തിലായിരുന്നു ഈ ഭർത്താവിൻ്റെ വീട്ടുകാർ. അഫ്രിദിൻ്റെ വീട്ടിൽ എന്തോ ഫംഗ്ഷൻ നടക്കുന്നു, അതിനായിട്ട് ഈ കുട്ടിയെ അന്ന് സഹായിക്കാനായിട്ട് പറയുന്നു. അങ്ങനെ എവിടെ നിർബന്ധിച്ചതിൻ്റെ പേരിലാണ് ഈ ജസീല ആ വീട്ടിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് സഹായിച്ച് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ജസീല മടങ്ങി വീട്ടിൽ വന്നതിന് ശേഷമാണ് ഈ സംഭവം. അഫ്രിദിൻ്റെ ഉമ്മായുടെ 9.5 പവൻ്റെ സ്വർണം കാണാനില്ല എന്ന് പറഞ്ഞും കൊണ്ട് അവർ മൊത്തത്തിൽ പാട്ടാക്കി. ജസീലാക്ക് മാനസികമായിട്ട് തകർന്നു. 2 കുട്ടികളും ഉണ്ട്. മാനസികമായിട്ട് തളർത്തി കഴിഞ്ഞു. അവർ മൊത്തത്തിൽ ഇറങ്ങി പറയുകയും പിന്നെ അവിടെ അടിപിടി പോലെയൊക്കെ ഉണ്ടായി. പോരെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാർ ഈ ജസീലയെ മാനസികമായിട്ട് തളർത്തിക്കൊണ്ടിരുന്നു. ഈ പെൺകുട്ടിയെ മാനസികമായിട്ട് ഈ കുട്ടിയെ പീഡിപ്പിക്കുമായിരുന്നു. അമ്മാവിയായിരുന്നാലും ഭർത്താവായിരുന്നാലും ഒക്കെ അവരെ നിരന്തരമുള്ള പീഡനങ്ങളായിരുന്നു. എന്നിട്ട് ഈ ഭർത്താവ് ഗൾഫിലുമായി. പക്ഷേ ഇവർ അയൽവാസികളായതുകൊണ്ട് അവർ ഭയങ്കര സൗഹൃദത്തിലാവുകയും ഭയങ്കര സൗഹൃദമായിരുന്നു ഈ അഫ്രിദിൻ്റെ വീട്ടുകാരും ഈ ജസീലയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരും തങ്ങൾ. എനിക്ക് തോന്നുന്നത് അവർ ഈ ഭർത്താവിൻ്റെ വീട്ടുകാരും ഇവരും കൂടെ ചേർന്ന് ഒപ്പിച്ച കളിയായിരിക്കും. ഈ ഭർത്താവ് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കള്ളം കെട്ടിച്ചമച്ചതായിരിക്കാനാണ് സാധ്യത. ആദൂർ പോലീസിലായിരുന്നു ഇത് പരാതി കൊടുത്തത്. സ്വർണം കണ്ടിട്ടില്ല, ജസീല മോഷ്ടിച്ചെന്നും പറഞ്ഞ് മൊത്തത്തിൽ പാട്ടായി. അവരെ വീട്ടുകാർ വന്ന് കിടന്ന് ഒരുപാട് വിഷയങ്ങളുണ്ടാക്കുന്നു. ഫോട്ടോയൊക്കെ പബ്ലിക്കാക്കുമെന്നോ ഓരോന്നും പബ്ലിക്കാക്കും എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നിരന്തരം ഭീഷണികൾ ഉണ്ടാക്കുകയും അതുപോലെ ഈ അഫ്രിദുമായിട്ട് എവിടെയോ പോയി റൂം എടുത്തെന്നോ അങ്ങനെയാണ് ഈ സ്വർണങ്ങളെല്ലാം നശിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇവർ പറഞ്ഞു പരത്തുകയും ചെയ്തു. മിക്കവാറും ഇവളെ ഭർത്താവിൻ്റെ വീട്ടുകാർ ചെയ്തതായിരിക്കും ഇങ്ങനെയൊക്കെ. അവന് ഒഴിയാൻ വേണ്ടിയിട്ടായിരിക്കും അവനും കൂടെ ചേർന്നുള്ള കളി. ഭർത്താവ് ഗൾഫിൽ നിന്നും നാട്ടിൽ വന്നതായിട്ടാണ് അറിവ്. അതുപോലെ 10-17 പേരെ ഇതിൽ പ്രതി ചേർത്ത് ചോദ്യം ചെയ്യും എന്നാണ് അറിയപ്പെട്ടത്. അഫ്രിദിൻ്റെ വീട്ടുകാരെയും ഈ ജസീലയുടെ ഭർത്താവിനെയും എല്ലാവരെയും ചോദ്യം ചെയ്യും എന്നാണ് അറിഞ്ഞത്. പോലീസ് ചോദ്യം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതല്ലാതെ ചോദ്യം ചെയ്തിട്ട് അത് എന്താണെന്ന് തിരിച്ച് ഇപ്പം ഒരു ന്യൂസും കാണാനില്ല. ചാനലിലൂടെ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പം 2 ദിവസം കൊണ്ട് ഈ വാർത്ത തേഞ്ഞുമാഞ്ഞു പോയ ഒരു രീതിക്കാണ് അറിയാൻ കഴിഞ്ഞത്. പാവ ആ ഉമ്മ മീഡിയയുടെ മുന്നിലൊക്കെ വന്നെന്നും കൊണ്ട് എൻ്റെ മോള് ഇങ്ങനെ അനുഭവിച്ച വേദനകളൊക്കെ അവർ പറയുന്നുണ്ട്. 2 കുഞ്ഞു കുട്ടികളാണ്, 4-6 വയസ്സായ കുട്ടികൾ. കല്യാണം കഴിച്ചു കൊണ്ടുപോയ ആ ഭർത്താവും അവരെ വീട്ടുകാരും കൂടി ഈ കുട്ടിയെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. പിന്നെ ഈ സ്വർണ്ണക്കള്ളി എന്നുള്ള പേരും കൂടി ഇതിനെ വിളിച്ചുകൊണ്ടിരുന്നു. ഭർത്താവിൻ്റെ വീട്ടുകാരും കൂടി ചേർന്ന് വിളിച്ചുകൊണ്ടിരുന്നു. ഇതൊന്ന് കേൾക്കാം. യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ നിർണായക നീക്കങ്ങളുമായി പോലീസ്. യുവതിക്ക് നേരെ ആരോപണം ഉന്നയിച്ച ആൺസുഹൃത്തിനെയും ഇയാളുടെ മാതാപിതാക്കളെയും ചോദ്യം ചെയ്യും. അവരെ ഭർത്താവിനെയും അതോടൊപ്പം തന്നെ ആൺസുഹൃത്തിനെയൊക്കെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. കുടുംബക്കാരെ 17 പേരെ അടക്കം പോലീസ് മൊഴിയെടുത്തു. പോലീസിന്റെ അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലായ ഒരു കാര്യം, ഈ ഒരു ജസീല ആൺസുഹൃത്തിന് 2 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ വായ്പയായിട്ട് കൊടുത്തിരുന്നു. പറഞ്ഞു കേൾക്കുന്ന 2 പേരും കൂടി ആൺസുഹൃത്തിന് മുൻപ് ജസീലയുടെ സ്വർണത്തിൽ നിന്നും ആകെ 5 പവനാണ്ടിട്ട് കല്യാണം വെച്ചു. അതിൽ നിന്ന് 2 പവൻ ഈ സുഹൃത്തിന് കൊടുത്തതായിട്ടാണ് പറയുന്നത്. അപ്പം അതിൽ നിന്ന് നിരന്തരം വിഷയങ്ങൾ ഉണ്ടായി കാണും. ചെറിയ എന്തോ ബിസിനസ് ഷോപ്പോ അങ്ങനെ എങ്ങാണ്ട് ഇടാനായിട്ട് 2 പേരും കൂടെ ചേർന്ന് ഇടാന്നും പറഞ്ഞും കൊണ്ടാണ് അത് കൊടുത്തതെന്ന് പറയുന്നു. നമുക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്ന 2 മുൻപ് പഠിക്കുന്നവരാണ്. ഇത് തിരിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 9.5 പവൻ സ്വർണ്ണാഭരണം മോഷ്ടിച്ചു എന്നൊരു കള്ളക്കഥ. ഫാൻസി കട ഇടാനായിട്ടാണ് 2 പേരും കൂടെ തീരുമാനിച്ചു. അവൻ ഈ അഫ്രിദ് എന്ന് പറയുന്ന കൂട്ടുകാരൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴീ കുട്ടി പഠിക്കാൻ പോകണമെന്ന് അറിയില്ല. ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് അറിവ്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മുമ്പും അവർ ഒരുമിച്ച് പഠിച്ചതാണ്.
അപ്പോൾ ഫാൻസി കട ഇടാം എന്ന് പറഞ്ഞ് ചിലപ്പോൾ തന്ത്രപൂർവ്വം ഇവൻ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അതിനിടയിൽ വെച്ച് ഈ കള്ളത്തരം മെനഞ്ഞതായിരിക്കും. അതിന് വേണ്ടിയിട്ടായിരിക്കാം ഈ ഇവൻ്റെ വീട്ടിലോട്ട് ഇതിനെ വിളിച്ച് വരുത്തിയതിന് ശേഷം ഇങ്ങനെ ഒരു കള്ളത്തരം ഉണ്ടാക്കി വെച്ച്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കണം, അവനായിരിക്കും ആ സ്വർണം ഒന്നുകിൽ അടിച്ചു മാറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ ജസീലാക്ക് ഇനി അത് കൊടുക്കാതിരിക്കാനുള്ള പ്ലാൻ ആയിരിക്കും അവളെ കയ്യിൽ നിന്ന് വാങ്ങിച്ച സ്വർണം. ആ കള്ളക്കഥയിലാണ് ഇവർ വീണത്. അതുമാത്രമല്ല, ഭർത്താവ് അടക്കം പറഞ്ഞു ഈ മക്കൾ പോലും നമ്മുടെ മക്കളാണോ, സംശയത്തിന്റെ DNA ടെസ്റ്റ് നടത്തണം. ഇങ്ങനെ ഗുരുതരമായ കാര്യങ്ങളൊക്കെയാണ് ഈ ഉമ്മ മാധ്യമങ്ങൾക്ക് മുൻപിൽ പങ്കുവെക്കുന്നത്. ഭർത്താവിന് എവിടെ സംശയമുണ്ട്, DNA ടെസ്റ്റ് നടത്തണം, കുട്ടികൾ അവൻ്റെതല്ല എന്നാണ് പറയണത്. അവൻ പറഞ്ഞതായിട്ട് പറയുന്നു. അപ്പോൾ അവന് ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഈ അഫ്രീദുമായിട്ട് കൂട്ടുകാരാണെങ്കിലും അയാൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടായിരുന്നു. അയാളൊരു സംശയരോഗി ആയിരുന്നിരിക്കാം, അതുകൊണ്ടാണല്ലോ. അല്ലെങ്കിൽ എവളെ നിശേഷം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ആ ഭർത്താവും ചെയ്തിട്ടുള്ള. അല്ലെങ്കിൽ പറയോ കുട്ടികൾ എൻ്റെതല്ല, DNA ടെസ്റ്റ് നടത്തണം എന്ന് പറയൂ. ഏതായാലും ഭർത്താവിനെയും സുഹൃത്തിനെയും ഒക്കെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തായാലും സംഭവത്തിൽ വളരെയധികം വലിയ പ്രതിഷേധമാണ് ഉണ്ടായിട്ടുള്ളത്. വെറും ഒരു 9.5 പവന്റെ സ്വർണ്ണാഭരണം മോഷണം പോയതിന്റെ പേരിൽ കുറ്റാരോപിതയായിട്ട് മാത്രമല്ല ഈ ഒരു ജസീൽ ഇത് ചെയ്തത്, മറിച്ച് ഗൾഫിലുള്ള ഭർത്താവ് അടക്കം കൈവിട്ടു എന്നുള്ളതാണ്. അപ്പൊ ഭർത്താവിനെ കൈവിടണമെങ്കിൽ ആ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യങ്ങൾ അയാൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ആരെയും രക്ഷിച്ചെടുക്കാനോ. ആ ഭർത്താവിൻ്റെ വീട്ടുകാർ തുണയായിട്ട് നിൽക്കണമായിരുന്നു. ഒരു ഭാര്യയെ വിശ്വാസമില്ലാതെ അങ്ങനെ പോയാൽ മുന്നോട്ട് ജീവിക്കാൻ പറ്റൂല. അവൾ വേറൊരു അർത്ഥത്തിലായിരിക്കൂല അവനുമായിട്ട് സൗഹൃദം കൂടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് താങ്ങാൻ പറ്റിയില്ല. അവൻ നിരന്തരം വിളിച്ച് ചീത്ത വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും, സ്വന്തം കുട്ടികൾ അവൻ്റേതല്ല എന്ന് പറയുമ്പോൾ അവൾക്ക് അതിൻ്റേതായ വേദനയുണ്ടായി. പോരെങ്കിൽ സ്വർണത്തിൻ്റെ മോഷണവും കൂടെ പറഞ്ഞ് ഇതിപ്പോൾ എല്ലാം കള്ളിയെന്നുള്ള ഒരു പേരും കൂടെ ആയി. മൊത്തത്തിൽ ലോകം മൊത്തം കള്ളിയെന്നായി. പിന്നെ എവൻ്റെ കൂടെ എവിടെയൊക്കെ പോയി കിടന്നതായിട്ടും പറയുന്നു, റൂമെടുത്ത് കിടന്നതായിട്ടും ഒക്കെ ഈ കുട്ടി ഈ മരിക്കണതിന് മുമ്പ് ഈ കുട്ടി പറഞ്ഞായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനും അവനുമായിട്ട് എവിടെ പോയി റൂമെടുത്ത് കിടന്നതായിട്ടൊക്കെ പരത്തുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു. ശ്രമിക്കുന്നില്ല. എന്തായാലും ഇവർ ആ സ്വർണ്ണാഭരണം ഇവരെടുത്തിട്ടില്ല. പോലീസ് അന്വേഷണത്തിൽ അങ്ങനെ തെളിഞ്ഞിട്ടില്ല. ഈ 9.5 പവൻ ശരിക്കും സ്വർണ്ണാഭരണം പോയിട്ടുണ്ടോ അതാണ് അറിയേണ്ടത്. 9.5 പവൻ സ്വർണ്ണാഭരണം പോയിട്ടുണ്ടോ? കാരണം ഭർത്താവിന്റെ വീട്ടുകാരും ഈ സ്വർണ്ണം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന വീട്ടുകാരും വന്നിട്ട് ഇവിടെ വന്ന് ഭയങ്കര ബഹളം വെച്ചത്, ഈ മക്കളുടെ മുന്നിൽ വെച്ച് ഈ ബഹളം വെച്ചത് വലിയ നാണക്കേടുണ്ടാക്കുകയും ജസീലെ കരഞ്ഞുകൊണ്ടാണ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്നത്. ഉച്ചക്ക് 2 മണി മുതൽ 5:30 വരെ പോലീസ് ഇവരെ മൊഴിയെടുക്കാന്ന് പറഞ്ഞ് ചോദ്യം ചെയ്തു. ഉമ്മയുടെ ഞെട്ടിക്കുന്ന 3-3.5 മണിക്കൂർ ഈ ജസീലയെ പോലീസ് സ്റ്റേഷനകത്തിട്ട് ചോദ്യം ചെയ്തു. എന്നിട്ട് വനിതാ പോലീസ് ഒന്നും ഇല്ലായിരുന്നു. വനിതാ പോലീസാണ് സാധാരണ ചോദിക്കാനുള്ളത്. അതിന് ഈ പോലീസന്മാർ ജസീല പറയണ മറുപടി പോലും കേൾക്കാൻ നിൽക്കാതെ നിരന്തരം അങ്ങ് ഭീഷണി, സമ്മതിക്കണം, നീയാണ് എടുത്തതെന്ന് സമ്മതിക്കണം. ഈ കുട്ടി പറയുന്നു ഞാനല്ല എടുത്തതെന്ന്. അപ്പോൾ ഈ പോലീസന്മാർക്കും പങ്കുണ്ട്. ഈ കുട്ടിയുടെ മരണത്തിൽ ആദൂർ പോലീസിൻ്റെ പേരിലും കേസെടുക്കണം, അവരെ സസ്പെൻഡ് ചെയ്യണം. ഇതൊക്കെയാണ് ചെയ്യാനുള്ള. ഇങ്ങനത്തെ പോലീസന്മാരുണ്ടോ? ഇതൊരു പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിയാണ്. ഇതിൻ്റെ വാപ്പാടെ കാര്യമൊന്നും പറയുന്നില്ല. വാപ്പ ഇനി ഇല്ലേ, എൻ്റെ ഉമ്മയാണ് മീഡിയയുടെ മുന്നിൽ വരണം. സഹോദരനുണ്ടായിരിക്കും, സഹോദരൻ പരാതി കൊടുത്തു എന്ന് പറയണു. ഇനി സ്വന്തം സഹോദരനാണോ, സഹോദരനും ബന്ധുവും കൂടെ ചേർന്ന് ഇപ്പം പരാതി എന്തോ എഴുതി കൊടുത്തു എന്ന് പറയുന്നു. എന്തായാലും മക്കൾക്ക് ഉമ്മ ഇല്ലാതായി കുരുന്ന് കുട്ടികൾ ഇനി എത്ര നാളാ ഈ കുട്ടിയുടെ ഉമ്മ നോക്കും. അവളെ ഭർത്താവ് ഫോൺ വിളിച്ചിട്ട് എന്തെല്ലാം പറഞ്ഞ് എന്നെ ബായിൽ വന്നിട്ട് കയറി പറഞ്ഞു, കിടാലോ ചെറിയ കിടാല് 24 ബേജാർ താങ്ങാൻ കഴിയുന്നുണ്ടാവാല, അടുത്താളെ കണ്ടുപിടിക്കലേ വേണം. ഞാനും പറഞ്ഞു പോലീസ് അതിനെ വിളിച്ചിട്ട് സത്യാവസ്ഥ അറിയാലേ. ഇതുവരെ പെക്കത്തോളം കഴിഞ്ഞെന്ന് ബേജാറിലേ പേപ്പർ പോയ ജസീലാലുണ്ടായിന്ന്. ഞങ്ങൾ ശരി പോലീസ് അതിനെ വിളിക്കുക, ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറഞ്ഞു. കുഞ്ഞടുത്ത് നിങ്ങൾക്ക് അങ്ങനെ പറയല്ലോ റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കാൻ. ഇത് ഓർ വന്നിട്ട് പ്രശ്നമാക്കി അവളെടുത്തിനകത്ത് ഇവൾ മുസാഫിനെ കുറിച്ച് ഭർത്താവിന്റെ വീട്ടുകാർക്ക് വന്നു, ഈ അഫ്രീദിന്റെ ഉമ്മാവും ഈ വീട്ടിലേക്ക് വന്നു.
സംഭവം എന്തായാലും ഗൗരവമായ ഒരു കാര്യമാണ്. അതിന്റെ സത്യാവസ്ഥകൾ പുറത്തറിയണം. ആരാണ് ആ സ്വർണം മോഷ്ടിച്ചത്? ഇവരുടെ പുറത്തറിയണമെങ്കിൽ എന്തുകൊണ്ട് ഈ പാവങ്ങളെ കൂടെ ആരും നിൽക്കണില്ല? ആരെങ്കിലും നിൽക്കണം? ആരും നിൽക്കുന്നില്ല. ഇതൊരു വലിയ വാർത്തയായിട്ട് എടുക്കുന്നില്ല. അതെന്തുകൊണ്ട് വലിയ വാർത്തയായിട്ട് എടുക്കാത്ത? ഇങ്ങനെ ചോദ്യം ചെയ്യും. പിന്നെ അഫ്രീദിൻ്റെ വീട്ടുകാരെ അഫ്രീദിനെയൊക്കെ ചോദ്യം ചെയ്യും എന്ന് പറയണതല്ലാതെ അത് ചോദ്യം ചെയ്യണതും അത് മീഡിയയുടെ മുന്നിലും എന്തുകൊണ്ട് അവരെ കാണിക്കണില്ല? ഈ അഫ്രീദെന്ന് പറയണ അവരെയൊക്കെ എന്തുകൊണ്ട് കാണിക്കണില്ല? മീഡിയയുടെ മുന്നിൽ കാണിക്കണ്ടേ? അതൊക്കെ ഈ ഒരു കുട്ടിയെ ഇത്രത്തോളം ചെയ്ത് അത് മരണമൊഴി വരെ കൊടുത്തു. ഡോക്ടറെയൊക്കെ ഇതുപോലെ ചോദ്യം ചെയ്യുമെന്ന് പറയണേട്ട്. ഇത് ആശുപത്രിയിൽ എലിവിഷം കഴിച്ച് കിടന്ന് അവിടെ അഡ്മിറ്റായി കിടന്ന ആ ആശുപത്രിയിലെ ഡോക്ടറെയൊക്കെ മൊഴി എടുക്കുമെന്ന് പറയുന്നുണ്ട്. സുഹൃത്തിൻ്റെ വീട്ടുകാരെയും ആ പയ്യനെയും എന്തുകൊണ്ട് കാണിക്കുന്നില്ല? പിന്നെ അതിനുശേഷം ഒരു ന്യൂസ് പോലും ഇല്ല. അത് എനിക്ക് തോന്നണേ ഇവർ വെറും പാവങ്ങളാണ്. അതാണല്ലോ ഈ കുട്ടി 5 പവൻ ഇട്ട് കെട്ടിച്ചെന്ന് പറയണത്. അത് എത്ര വയസ്സിൽ 5 പവൻ? ഇപ്പം 24 വയസ്സിൽ ആയി. 6 വയസ്സായ ഒരു കുട്ടിയുണ്ട്, 4 വയസ്സായ കുട്ടി. അപ്പോൾ ഈ കുട്ടിയെ 18 വയസ്സ് കഴിഞ്ഞ് 18 വയസ്സങ്ങണ്ടായപ്പോൾ പിടിച്ചു വെച്ച് കെട്ടിച്ച ഇതിൻ്റെയൊക്കെ വീട്ടുകാരെ വേണം പറയാനായിട്ട്. ഈ ഇങ്ങനെയൊക്കെ പിടിച്ചു വെച്ച് കെട്ടിക്കുമ്പോൾ കഷ്ടം. കുട്ടികളുടെ DNA ടെസ്റ്റ് നടത്താമെന്ന് പറഞ്ഞാൽ കുട്ടികൾ പോലും തൻ്റേതല്ല എന്നല്ലേ ആ രീതിയിൽ വരുന്നത്. ഈ ഉമ്മ പറയുന്ന വളരെ ഗൗരവപ്പെട്ട ആരോപണങ്ങളാണ്. എന്തായാലും സത്യാവസ്ഥ പുറത്തു വരട്ടെ, കാത്തിരിക്കാം. സത്യാവസ്ഥ പുറത്തു വരട്ടെ, നമുക്ക് കാത്തിരിക്കാം. ഈ കുട്ടി ഒരുപാട് ഭർത്താവിൻ്റെ വീട്ടിൽ അനുഭവിച്ചു. ഇതിപ്പം മാറി ഇതിൻ്റെ വീട്ടിലാങ്ങാണ്ടേണ്. ഭർത്താവിൻ്റെ വീട്ടിൽ എന്തായാലും ഒത്തുപോകാൻ പറ്റൂല. ആ ഒരു സഹകരണത്തിൻ്റെ പേരിൽ നിർബന്ധിച്ചാണ് ഇതിനെ വിളിച്ച് അവിടെ കൊണ്ടുപോയത്. ഇത് മരിക്കുന്നതിന് മുമ്പ് പറയുന്നുണ്ട്, ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ വീട്ടിൽ പോവില്ലായിരുന്നു എന്ന്. ഇവർ കരുതി കൂട്ടി ഇത് ചെയ്തതാണ്. അപ്പോൾ ഈ ഭർത്താവിൻ്റെ വീട്ടുകാർക്കും പങ്കുണ്ട്, ഉറപ്പായിട്ടും പങ്കുണ്ട്. ഏകദേശം 1 മാസം മുൻപാണ് അയൽവാസിയും സുഹൃത്തുമായ ഒരു യുവതിയുടെ വീട്ടിൽ നടന്ന വിവാഹ ചടങ്ങുകളിൽ സഹായിക്കാനായി ജസീല ആ വീട്ടിലേക്ക് പോയത്. ആ വീട്ടുകാരുമായുള്ള അടുത്ത ബന്ധം കാരണമാണ് ജസീല അവിടെ സജീവമായി ഇടപെട്ടത്. എന്നാൽ ചടങ്ങുകൾക്ക് ശേഷം അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 9.5 പവൻ സ്വർണം കാണാനില്ലെന്ന് പരാതി ഉയർന്നു. വീട്ടുകാരിയും സുഹൃത്തുമായ യുവതിയുടെ മാതാവിന്റെ സ്വർണമാണ് കാണാതായത് എന്നായിരുന്നു ആരോപണം. യാതൊരു തെളിവുകളുമില്ലാതെ സംശയത്തിന്റെ കുന്തമുന ജസീലയ്ക്ക് നേരെ നീണ്ടു. വിവാഹ വീട്ടുകാർ ജസീലയ്ക്കെതിരെ പരാതി നൽകുകയും ചെയ്തു. വിവാഹ വീട്ടുകാർ ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ ഭർത്താവും വീട്ടുകാരും അവൾക്ക് താങ്ങായി നിൽക്കുന്നതിന് പകരം ആ ആരോപണം വിശ്വസിക്കുകയാണ് ഉണ്ടായത്. ഈ ഭർത്താവിന് എത്രയും പെട്ടെന്ന് എവളെ ഒഴിവാക്കണം, അതിനു വേണ്ടി കളിച്ച കളിയാണ്. ഈ 2 വീട്ടുകാരും കൂടിയാണ് ഈ പെൺകുട്ടിയെ കൊന്നത്. താൻ നിരപരാധിയാണെന്നും സ്വർണം എടുത്തിട്ടില്ലെന്നും ഖുർആൻ തൊട്ട് സത്യം ചെയ്യാമെന്നും അവൾ കരഞ്ഞു പറഞ്ഞിട്ടും അവരാരും അത് ചെവിക്കൊണ്ടില്ല. മോഷണം സമ്മതിക്കണമെന്നും സ്വർണം തിരികെ നൽകണമെന്നും പറഞ്ഞ് ഭർത്താവും ഭർത്തൃ സഹോദരങ്ങളും അവളെ നിരന്തരം ഭീഷണിപ്പെടുത്തി. അവർ ശാരീരികമായും മാനസികമായും ജസീലയെ പീഡിപ്പിച്ചു. സ്വർണം നൽകിയില്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്നും കുഞ്ഞുങ്ങളെ വിട്ടുതരില്ലെന്നും അവർ ഭീഷണിപ്പെടുത്തി. ഭർത്താവിൻ്റെ വീട്ടുകാർ സ്വർണം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ കുട്ടികളെ എവളെ കൂടെ നിർത്തൂല, എവക്ക് കൊടുക്കൂല എന്നും അവർ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. എല്ലാം കൊണ്ടും ഇതിന് ഭയങ്കര പ്രയാസം അങ്ങ് കയറി. ഇനി എന്താണ് ചെയ്യണം? നാട്ടിൽ മൊത്തം അറിഞ്ഞല്ലോ, കള്ളി എന്നുള്ള പേരും കിട്ടി. ചെയ്യാത്ത കുറ്റത്തിന് തെറ്റ് ഏറ്റ് പറയണമെന്ന് പോലീസ് വരെ പറഞ്ഞു. അപ്പൊ പോലീസിനും ഇതിന്റെ പിന്നിൽ കളിയുണ്ടെന്നാണ് തോന്നുന്നത്. ഭർത്താവും വീട്ടുകാരും എന്നെ വിശ്വസിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്നും ജീവനോടെ ഇരിക്കുമായിരുന്നു എന്നാണ് ജസീല തന്റെ അവസാന വാക്കുകളിൽ പറഞ്ഞിട്ടുള്ളത്. കുടുംബത്തിന് പുറമെ ആദൂർ പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ നീതി നിഷേധമാണ് ജസീല നേരിട്ടത്. മോഷണ പരാതിയിൽ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച അവളോട് വനിതാ പോലീസിന്റെ സാന്നിധ്യമില്ലാതെ പുരുഷ ഉദ്യോഗസ്ഥൻ മോശമായി പെരുമാറുകയും കുറ്റം സമ്മതിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. ഒരു വശത്ത് എങ്ങനെയെങ്കിലും കുറ്റം ജസീലയുടെ മണ്ടയിൽ അടിച്ചേൽപ്പിക്കണം. അവർക്ക് സപ്പോർട്ടായിട്ട് നിന്നത് നല്ല പോലീസിന്റെ സമ്മർദ്ദവും മറുവശത്ത് സ്വന്തം വീട്ടിലെ പീഡനങ്ങളും അയൽവാസികളുടെ പരിഹാസവും കൂടിയായപ്പോൾ ജസീല പൂർണ്ണമായും തകർന്നുപോയി. ഇതിനു പുറമെ സോഷ്യൽ മീഡിയ വഴി തന്നെ മോഷ്ടാവായി ചിത്രീകരിക്കുന്ന സന്ദേശങ്ങൾ കൂടി പ്രചരിച്ചതോടെ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ മരണം മാത്രമേ വഴിയുള്ളൂ എന്ന് ആ യുവതി തീരുമാനിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ജസീല ഈ തീരുമാനം എടുത്തത്. പിന്നെ വിചാരിച്ചിട്ടുണ്ട് എന്തായാലും കള്ളി എന്നുള്ള പേര് കിട്ടി. ജസീല മരണപ്പെട്ടിട്ട് 3-4 ദിവസമായി. എന്നിട്ടിപ്പം മീഡിയക്കാരൊന്നും ഒരു ന്യൂസ് പോലും ജസീലയുടെ കാര്യം ഒന്നും പറയുന്നില്ല. വേറെ വല്ലതും ആയിരുന്നെങ്കിൽ ഇപ്പം ചർച്ചാ വിഷയമായി മാറ്റിയേനെ. അതുപോലെ തന്നെ ദീപക് മരിച്ച സമയത്ത് ഷിംജിതയ്ക്ക് വേണ്ടി വാദിച്ച, സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കാനായിട്ട് കുറച്ച് പേരുണ്ടായിരുന്നു.
ശ്രീലക്ഷ്മി അറയ്ക്കലും വേറൊരു സ്കെൽറ്റ് ഒരുത്തിയും കൂടെ വന്നിരുന്നും കൊണ്ട് തമ്മിൽ എന്ന പ്രോഗ്രാമിൽ വന്നിരുന്നു. ഭയങ്കര പ്രസംഗമായിരുന്നു. എന്നിട്ട് ശ്രീലക്ഷ്മി അറയ്ക്കൽ ഇൻ്റർവ്യൂ കൊടുത്തായിരുന്നു. ഷിംജിതയ്ക്ക് വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുമെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ജസീല പാവപ്പെട്ട ഒരു പെൺകുട്ടി, ഈ കുട്ടി തെറ്റുകാരി അല്ലായിരുന്നു, ശരിയാണ്, ദീപക്കും തെറ്റുകാരനല്ലായിരുന്നു. എന്നിട്ട് സ്ത്രീകൾക്ക് വേണ്ടി വാദിച്ച ശ്രീലക്ഷ്മി അറയ്ക്കലൊക്കെ ഇപ്പം എവിടെ ഇല്ലാത്ത തെറ്റിന് ഈ കുട്ടിയുടെ മണ്ടയിൽ അടിച്ചേൽപ്പിച്ച ഒരു കാര്യം, ആ കുട്ടി മരിച്ചു. അതിൻ്റെ പേരിൽ ഈ ഭർത്താവിൻ്റെ വീട്ടുകാരും അയൽപക്കത്തുള്ള ഈ അഫ്രിദിൻ്റെ വീട്ടുകാരും കൂടെ ചേർന്നാണ് ഇതിപ്പം ഈ കുട്ടിയെ കൊലയ്ക്ക് കൊടുത്തത്. ഇല്ലായിരുന്നെങ്കിൽ അതെന്ന് ജീവിച്ചിരിക്കുമായിരുന്നു. ആ കുട്ടികൾക്ക്, ആ കുട്ടികൾക്ക് ഉമ്മായ നഷ്ടമാവൂലായിരുന്നു. മാനസിക പീഡനം സഹിക്ക വയ്യാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. മരണമൊഴി കൊടുത്ത് എന്ത് ബലം, എന്ത് ചോദ്യം ചെയ്യണതൊന്നും മീഡിയയുടെ മുന്നിൽ കാണിക്കണില്ല. നീ ഏക്കണമെന്നും പറഞ്ഞുകൊണ്ട് പോലീസ് എന്തുകൊണ്ട് ജസീലയുടെ മണ്ടയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു? അപ്പോഴൊന്ന് വിചാരിക്കുക. ബിന്ദു എന്ന ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ ജോലിക്ക് നിന്നിട്ട് ജോലിക്ക് നിന്ന വീട്ടുകാർ ബിന്ദുവിൻ്റെ മണ്ടയിൽ അവരെ മാല കണ്ടില്ല, ബിന്ദുവാണ് എടുത്തതെന്നും പറഞ്ഞുകൊണ്ട് കള്ള ആരോപണം ഇതുപോലെ ഉണ്ടാക്കി. പക്ഷേ ബിന്ദു മരിച്ചില്ല. ബിന്ദു തെറ്റുകാരി അല്ലാത്തതിൻ്റെ പേരിൽ ബിന്ദു നേരിട്ട് മുകളിലൊക്കെ പരാതികൾ കൊടുത്തു. അവസാനം ബിന്ദു വിജയിക്കുകയാണ് ചെയ്തത്. അതുപോലെ ജസീല പക്ഷെ മരിക്കണ്ടായിരുന്നു. തെറ്റുകാരി അല്ല എന്നുണ്ടെങ്കിൽ ജസീല എന്തിനു മരിച്ചു? ജസീല മരിക്കരുതായിരുന്നു. ഇനി എല്ലാം കൂടി താങ്ങാൻ പറ്റി കാണൂല. കുട്ടികളും കൂടെ അവളതല്ല, DNA ടെസ്റ്റ് നടത്തണം. ഇനി ഈ പോരെങ്കിൽ പറഞ്ഞിട്ടുണ്ട് ഈ അഫ്രിദിൻ്റെതായിരിക്കും എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരിക്കും ഭർത്താവ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് പോരെങ്കിൽ റൂം എടുത്ത് കിടന്നെന്നും സ്വർണങ്ങൾ കൊണ്ട് കൊടുത്തെന്നും. ജസീല തെറ്റുകാരി അല്ലെങ്കിൽ ജസീല മരിക്കണ്ടായിരുന്നു. എന്തിന് ജസീല മരിച്ച്? മനസ്സിന് ധൈര്യമില്ലാത്തത് കൊണ്ടായിരിക്കും അതങ്ങനെ ചെയ്തിട്ടുള്ള. അതുപോലെ തന്നെ ദീപക്കും ചെയ്ത കണ്ട. അവന് ആ ഭർത്താവെന്ന് പറയണ അവന് പെണ്ണ് കിട്ടും. ആ ഉമ്മായും പറയുന്നുണ്ട് അവന് ഇന്നും പോയി നാളെ പെണ്ണ് കിട്ടും. അതിനു വേണ്ടിയാണ് അവനും കൂടെ ചേർന്ന് കളിച്ച കളി. ഈ രണ്ട് വീട്ടുകാരും, അഫ്രിദിൻ്റെ വീട്ടുകാരും ഈ ജസീലയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരും ചേർന്ന് കളിച്ച കളിയാണിത്. കുട്ടികൾക്ക് ഉമ്മ ഇല്ലാതായി. ഇപ്പം ഇനിയിപ്പോൾ DNA ടെസ്റ്റും കൂടെ നടത്തണമെന്ന് ഭർത്താവ് പറഞ്ഞപ്പോൾ അവളെ കൊണ്ട് താങ്ങാൻ പറ്റിയില്ല. ഇല്ലാ കഥകളാണ് മൊത്തവും പറഞ്ഞുണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. പക്ഷേ മീഡിയക്കാരൊക്കെ ഒന്ന് ഉണരണം. ഇത് എന്താണെന്ന് ഇതിൻ്റെ സത്യാവസ്ഥ തെളിയിക്കണം. അല്ലാതെ പോലീസ് ഇത് തെളിയിക്കൂല, ചോദ്യം ചെയ്യും, വിട്ടയക്കും. ഇത്ര തന്നെ ചെയ്യാൻ പോകണം. ഇത് കള്ളക്കേസ് തന്നെയാണ്. ജസീല മരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്.